നമസ്കാരം. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന കണ്ടെത്താനുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള പരിശീലനവും ലഹരി കച്ചവടക്കാർ തുടങ്ങി. എഡിസൺ കുടുങ്ങിയ പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് ഡാർക്ക് വെബ് വീണ്ടും കരുതലെടുക്കുന്നത്. ഡാർക്ക് വെബിന്റെ ചാറ്റ് പോർട്ടലായ ഡ്രെഡ് ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നത്. ലഹരി വിൽപ്പന തടയാനുള്ള ശ്രമങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ശക്തമാക്കിയതോടെയാണ് ഡ്രഗ് കാർട്ടലുകളുടെ ഈ നീക്കം. മൂവാറ്റുപുഴ സ്വദേശിയും ഡാർക്ക് വെബിലെ ലഹരി ഏജന്റുമായ എഡിസൺ ബാബുവിനെ NCB അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്ന ഉടൻ ഡ്രെഡ് ഫോറത്തിൽ ഈ വാർത്ത പങ്കുവച്ച് എല്ലാവരും ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം വന്നു. ഡാർക്ക് വെബിൽ നിന്നും ലഹരി അടക്കമുള്ള നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ അവയുടെ വിൽപ്പനക്കാർ പിടിക്കപ്പെട്ടാൽ ചെയ്യേണ്ടുന്ന ആദ്യ കാര്യം അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ മായ്ക്കുകയാണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുമുള്ള സാങ്കേതിക നിർദ്ദേശങ്ങൾ ഇടപാടുകാർക്ക് ഡ്രെഡ് ഫോറത്തിലൂടെ നൽകിയിട്ടുണ്ട്. ഇത്തരം പരിശീലനം നൽകിയ ഐഡികളുടെ അടുത്ത നീക്കങ്ങൾ NCB നിരീക്ഷിക്കുന്നുണ്ട്. അറസ്റ്റിലായ പ്രതികളുടെ സാമ്പത്തിക ഉറവിടങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവ സംബന്ധിച്ച അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തുടങ്ങി. വ്യവസ്ഥാപിത സമൂഹമാധ്യമ ലോകത്തെ റെഡിറ്റ് പ്ലാറ്റ്ഫോമിന് സമാനമായ ഡാർക്ക് വെബ് ചർച്ചാവേദിയാണ് ഡ്രെഡ്. സ്വയം വെളിപ്പെടുത്താത്ത വ്യാജപേരിൽ നിയമവിരുദ്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇത്തരം കണ്ടന്റുകൾ ഇവിടെ പങ്കുവെക്കുന്നതിനും നിയന്ത്രണമില്ലാത്തതിനാൽ ഇത്തരം താല്പര്യങ്ങളുള്ളവർ ഇവിടെ ഒത്തുചേരാറുണ്ട്. അതേസമയം ഡാർക്ക് വെബ് വഴി വൻതോതിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന കാർട്ടലുകൾ രാജ്യത്തെ നഷ്ടത്തിലായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ പാട്ടിലാക്കി ലഹരി മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി കാർട്ടൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച 1 ദശലക്ഷം വേദന സംഹാരി ഗുളികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതായി US ഫെഡറൽ ഏജൻസിയായ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡ്രഗ് അബ്യൂസ് റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ഇത്തരം മരുന്നുകൾ വൻതോതിൽ വിറ്റഴിക്കുന്നതായി സംസ്ഥാന എക്സൈസ് ഇന്റലിജൻസും കണ്ടെത്തിയിരുന്നു. രാസനിർമ്മിത വേദന സംഹാരികളായ ട്രെമഡോൾ, ഫെന്റാനിൽ തുടങ്ങിയ മരുന്നുകളാണ് കള്ളക്കടത്ത് നടത്തുന്നത്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ലഹരി കാർട്ടലുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഇത്തരം മരുന്നുകൾ റീബ്രാൻഡ് ചെയ്ത് നിർമ്മിച്ച് നൽകുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. കേന്ദ്ര ലഹരി വിരുദ്ധ അന്വേഷണ ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത 4 പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ്. NCB അറസ്റ്റ് ചെയ്ത മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു കെറ്റാമെലോൺ എന്ന പ്രൊഫൈലിൽ ഡാർക്ക് വെബിൽ ഇത്തരം വേദന സംഹാരികളായ മരുന്നുകളും വിറ്റഴിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം. കൊച്ചിയിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ട്രെമഡോൾ വൻതോതിൽ വിറ്റുപോകുന്നതായി എക്സൈസ് ഇന്റലിജൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് 1 വർഷം മുൻപ് പരിശോധന നടത്തിയിരുന്നു. അന്ന് കണ്ടെത്തിയ രേഖകൾ പ്രകാരം 3 മാസങ്ങൾക്കിടയിൽ ഈ മെഡിക്കൽ സ്റ്റോറിൽ മാത്രം 20,910 ട്രെമഡോൾ ഗുളികകൾ വാങ്ങിയതായും ഇതിൽ 18,535 ഗുളികകൾ 3 മാസത്തിനുള്ളിൽ വിറ്റുപോയതായി കണ്ടെത്തി. ഇതിൽ 2,758 ഗുളികകൾ വിറ്റത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയാണ്. ഇവർക്ക് വൻതോതിൽ ഈ ഗുളികകൾ നൽകിയ ഫാർമ കമ്പനികളിലേക്ക് അന്ന് അന്വേഷണം നീണ്ടില്ല. അതിനിടെ കെറ്റാമെലോണിന്റെ വീഴ്ചയിൽ പുതിയ ലഹരി ഡ്രോണുകൾ പിറവികൊണ്ടേക്കാം. അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. അത്തരം ലഹരി വിൽപ്പനക്കാരെ സ്പോട്ട് ചെയ്യാൻ NCBയും തയ്യാറെടുക്കുകയാണ്. അതേസമയം കേസിൽ അറസ്റ്റിലായ അരുണും എഡിസണും ചേർന്ന് കെറ്റാമെലോൺ ഡാർക്ക് നെറ്റിലെ ലഹരി ഡോൺ ആയപ്പോൾ വിദേശത്ത് ലഹരി വിറ്റാണ് ഡിയോൾ സ്വന്തം കാർട്ടൽ വളർത്തിയത്. NCBയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തു വരുന്നത് സിനിമാ കഥയെ വെല്ലുന്ന യഥാർത്ഥ കഥകളായിരുന്നു. മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരേ സമയം പഠിച്ചവരായിരുന്നു കേസിലെ പ്രതികളായ എഡിസൺ ബാബു, അരുൺ തോമസ്, KV ഡിയോൾ എന്നിവർ. പഠനത്തിന് ശേഷം എഡിസൺ വിദേശത്ത് ജോലിയടക്കം ചെയ്തെങ്കിലും ഡിയോൾ ഇതിനിടെ ലഹരിയുടെ പുതുവഴികൾ തേടുകയായിരുന്നു. കൂട്ടത്തിൽ ബുദ്ധിരാക്ഷസനായിരുന്നത് എഡിസണാണ്. വിദേശത്ത് ജോലി തേടിയ എഡിസൺ ഡാർക്ക് വെബിൽ സ്വന്തം ലഹരി സാമ്രാജ്യം വളർത്തിയെടുത്തു. ആരാലും പിടിക്കപ്പെടില്ലെന്ന ബോധ്യത്തിലായിരുന്നു എഡിസന്റെ മുന്നോട്ട് പോക്ക്. എന്നാൽ അപ്രതീക്ഷിതമായി പിടിവീഴുകയായിരുന്നു. ലഹരി വിൽപ്പനയിൽ കാര്യമായ പങ്കില്ലെങ്കിലും രാജ്യത്ത് പലയിടങ്ങളിലും ജോലി ചെയ്യുന്ന മറ്റു ചില സഹപാഠികളും NCBയുടെ അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് വിവരം.